ഹലോ ഗൈസ്, അങ്ങനെ ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ സെയിലും വരാൻ പോവാണ്. അതിനെല്ലാ കുറിച്ചും നമുക്ക് പറയാം. നിങ്ങൾ സെയിലിൽ കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുവാണ്, ഏത് ഫോൺ എടുക്കണം, ഏത് ബെസ്റ്റാണ് ഡീല് എല്ലാം ഞാൻ പറയുന്നുണ്ട്. വൺ ഓഫ് ദി ബെസ്റ്റ് ഡീൽസിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങൾക്ക് വീണ്ടും ഡിസ്കൗണ്ട് കിട്ടി മേടിക്കാൻ പറ്റിയ ഒരു സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. കാരണം എക്സ്ചേഞ്ച് ചെയ്യാൻ ഇരിക്കുന്നവർക്ക് നല്ലൊരു ടൈമാണ് എക്സ്ചേഞ്ച് ഓഫേഴ്സ്. കാരണം എക്സ്ട്രാ ബോണസുകൾ ഒരു 7,000, 8,000, 10,000 വരെ ബോണസ് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ നിങ്ങളുടെ ഫോണിന്റെ വാല്യൂ കൂടാതെ തന്നെ കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്ത് വിടുക, എന്നാലും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് കാണണ്ടേ. 15,000 to 30,000 ആണ് സ്വീറ്റ് സ്പോട്ട്. ആൾക്കാർ കൂടുതൽ പേരും ബൈ ചെയ്യാനായിട്ട് ഇരിക്കുന്ന ഒരു കാറ്റഗറിയാണ് 15,000 to 30,000. അതിന്റെ ഫോൺ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന റിയൽമിയുടെ P4 ആണ്. അത്യാവശ്യം ഓൾ റൗണ്ടർ ആയിട്ടുള്ള, എനിക്ക് 15,000 പറയാൻ പറ്റിയ ഒരു ഫോണാണ് ഇത്. 17,999 ആയിരുന്നു എന്റെ പ്രൈസ്. ഇപ്പൊ ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു 14,999 വന്നിട്ടുണ്ട്. ഞാൻ പറയുന്ന റിയൽമിയുടെ P4 ആണ്. അത്യാവശ്യം ഓൾ റൗണ്ടർ ആയിട്ടുള്ള ഒരു ഫോണാണ്. ഇത് വരുന്നത് വെച്ചാൽ 6.7 ഇഞ്ചിന്റെ ഒരു 144 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. AMOLED ഡിസ്പ്ലേ. ഒരു 4500 നിക്സിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ഡയമണ്ട് സെറ്റിയുടെ 7400 എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത്. 6GB 8GB വരുന്നുണ്ട്. DDR4 4X RAM ആണ്. 128GB ഈ പ്രൈസ് വന്നേക്കുന്നത്. 6GB ഈ പ്രൈസ് വരുന്നത്. UFS 3.1 സ്റ്റോറേജ് ഉണ്ട്. പിന്നെ 50MB 8MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ട്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ 16MB ആണ്. 7000 mAh ബാറ്ററി ഉണ്ട്. ഒരു 80 വോൾട്ടിന്റെ ചാർജർ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫ് കിട്ടുന്ന ഒരു ഓൾ റൗണ്ടർ ഫോൺ എന്ന് എനിക്ക് പറയാം. കാരണം 15K നല്ലൊരു ക്യാമറ വരുന്ന ഒരു ഫോണും കൂടെ ആണ്. ക്യാമറയിൽ നമുക്ക് 4K റെക്കോർഡിംഗ് റിയലിൽ മാത്രമേ ഉള്ളൂ, ഫ്രണ്ടിൽ 4K റെക്കോർഡിംഗ് വരുന്നില്ല. റിയൽമി P4 UFS 3.1 സ്റ്റോറേജ് ആണ് വരുന്നത്. കാരണം ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന UFS 3.1 സ്റ്റോറേജ് വരുന്ന ആകെ ഡിവൈസ് ആണ്. നിങ്ങൾക്ക് കുറേ നാൾ യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു UFS സ്റ്റോറേജ് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഇത് 15,000 വൺ ഓഫ് ദി ബെസ്റ്റ് ഡീൽ എന്ന് പറയുന്നത്. അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ മോട്ടോറോയുടെ ഫോണാണ്. മോട്ടോറോയുടെ എഡ്ജ് 60 ഫ്യൂഷൻ, ഒരു ഓൾ റൗണ്ടർ ഫോണാണ്. 6.7 ഇഞ്ചിന്റെ ഒരു ഫുൾ HD പ്ലസ് 120 ഹെഡ്സിന്റെ POLED ഡിസ്പ്ലേ ആണ് വന്നത്. 4500 നിക്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. 7400. ഇത് 8GB 128 ഈ പ്രൈസ് വന്നേക്കുന്നത്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 20,000 റുപ്പീസ്, 19,999 ആണ്. ഏകദേശം 22,999 രൂപയാണ് ഇതിന്റെ യൂഷ്വൽ റേറ്റ്. ഇത് നമുക്ക് 19,999 കിട്ടുന്നു. അത്യാവശ്യം നല്ലൊരു ഡീലാണ്. 50MB ഒരു 13 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ വരുന്നുണ്ട്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ 32 മെഗാപിക്സലിന്റെ ക്യാമറയാണ്. ഫ്രണ്ടിലും റിയലിലും നമുക്ക് 4K റെക്കോർഡിംഗ് ഉണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 4K 30fps എടുക്കാം, റിയലിൽ നമുക്ക് 4K 60fps. ഈ ഒരു സെഗ്മെന്റിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറ ഫോൺ എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. 68-69 റേറ്റിംഗ്. പിന്നെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 5500 mAh ബാറ്ററിയാണ്. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ലൈഫ് ഉണ്ട്. എല്ലാം ഓൾ റൗണ്ടർ ആയിട്ട് എനിക്ക് പറയാം. ആകെ ഒരു നെഗറ്റീവ് ഞാൻ പറയുന്നത് UFS 2.2 സ്റ്റോറേജ് ഉള്ളത്. പക്ഷെ അത് ബാലൻസ്ഡ് ആയിക്കോളും ഇതിന്റെ OS കാരണം. അടുത്ത നിങ്ങൾക്കൊരു പെർഫോമൻസ് ഫോണാണെന്ന് വേണമെങ്കിൽ പോക്കോയുടെ X7 Pro ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഫോണാണ്. 8GB 128GB ആണ് വരുന്നത്. 256GB ഉണ്ട് ബേസ് സ്റ്റോറേജ് വരുന്നത്. UFS 4.0 ആണ് വരുന്നത്. പിന്നെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ മീഡിയടെക്കിന്റെ 8400 എന്ന് പറഞ്ഞ പ്രോസറാണ്. അൾട്രാ എന്ന് പറഞ്ഞ പ്രോസറാണ് വന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് മീഡിയടെക്കിന്റെ. ഈ ഒരു ഹൈ ലെവൽ ഗെയിമിംഗ് നമുക്ക് കളിക്കാം. ഇത് വരുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു 15 മെഗാപിക്സൽ, ഒരു 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിളുമാണ്. അത്യാവശ്യം കുഴപ്പമില്ല എന്നേ പറയാൻ സാധിക്കും. ഇതൊരു ഗെയിമിംഗ് ഓറിയന്റഡ് ഫോണാണ്. ഓൾ റൗണ്ടറാണ്. ഫ്രണ്ടിൽ 4K റെക്കോർഡിംഗ് ഇല്ല, ഫുൾ HD റെക്കോർഡിങ്ങേ ഉള്ളൂ. പക്ഷേ റിയൽ ക്യാമറ നമുക്ക് 4K 60fps ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം ഓൾ റൗണ്ടർ ഫോണാണ്. ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 6.67 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ്. AMOLED ആണ്. LTPA പാനൽ ഡിസ്പ്ലേ ആണ്. HDR10+ കാര്യങ്ങൾ എല്ലാം ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അടുത്തൊരു ഫോൺ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡീലിൽ കിട്ടുന്ന ഒരു ഫോണാണ് റിയൽമിയുടെ P4 Pro എന്ന് പറഞ്ഞ ഫോൺ. അത്യാവശ്യം നല്ലൊരു ഓൾ റൗണ്ടർ ഫോൺ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. 6.8 ഇഞ്ചിന്റെ ഒരു 1.5K റെസൊല്യൂഷൻ്റെ ഒരു അടിപൊളി ഡിസ്പ്ലേ ആണ്. 144 Hz റിഫ്രഷിംഗ് റേറ്റ് ഉണ്ട്. പിന്നെ 6500 നിക്സിന്റെ ബ്രൈറ്റ്നസ് ഉണ്ട്. ബാറ്ററി എന്ന് പറഞ്ഞാൽ 7000 mAh ബാറ്ററി വിത്ത് 80 വോൾട്ടിന്റെ ചാർജർ. 8GB വരുന്നുണ്ട്. 128GB ഈ പ്രൈസ് വന്നേക്കുന്നത്. 20,000 റുപ്പീസ് ആണ് ഈ പ്രൈസിന് വൺ ഓഫ് ദി ബെസ്റ്റ് ഡീൽ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. പിന്നെ സ്നാപ്ഡ്രാഗണിന്റെ 7S Gen 4 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് ഈ ഒരു സെഗ്മെന്റിൽ. ഒരു ഓൾ റൗണ്ടർ എന്ന് പറയാം. ഫ്രണ്ടും ബാക്കും നമുക്ക് 4K റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. 4K 30 ആണ് ഫ്രണ്ടിൽ, റിയലിൽ നമുക്ക് 4K 60 എടുക്കാൻ സാധിക്കും. ഈ ഫോണിന്റെ കോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസിനകത്ത് വരുന്നത് ഇത് DDR5X RAM വരുന്നില്ല. പിന്നെ ക്യാമറയിൽ അത്ര പെർഫെക്റ്റ് കളർ ടൂണിങ് അല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് കാണിക്കുന്നത്. അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ CMF Phone 2 Pro ആണ് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ഫോണാണ്. 14,999 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 6.7 ഇഞ്ചിന്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ, 120 Hz റിഫ്രഷിംഗ് റേറ്റ്, 300 നിക്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ഡയമണ്ട് സിറ്റിയുടെ 7300 Pro ആണ് വരുന്നത്. പിന്നെ 8GB RAM ഉണ്ട്. 120GB ആണ് വരുന്നത്. LPDDR5X RAM വരുന്നുണ്ട്. UFS 2.2 സ്റ്റോറേജ് തന്നെയാണ് ഇവിടെ വരുന്നത്.
പിന്നെ 5000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ചാർജർ ഉണ്ട്. 50 മെഗാ പിക്സലിന്റെ മെയിൻ സെൻസർ, ഒരു 50 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ്, ഒരു 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ്. 8 MP സെൽഫി ക്യാമറ ഉണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 4K 30 fps, റിയൽ നമുക്ക് 4K 60 fps എടുക്കാൻ സാധിക്കും. അത്യാവശ്യം ടെലിഫോട്ടോ ലെൻസ് വരുന്ന ഒരു ഫോണാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിന്. 15,000 റുപ്പീസ്, 14,999. അത്യാവശ്യം നല്ലൊരു ഡിവൈസ് ആണ് ഇത്. ഏകദേശം 17,999 വന്നുകൊണ്ടിരുന്ന ഒരു ഫോണാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് വൺ ഓഫ് ദി ബെസ്റ്റ് ഡീൽ എന്ന് പറയാൻ സാധിക്കും. പക്ഷേ ഫോൺസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല എന്നൊരു കോൺ മാത്രമേ ഉള്ളൂ. അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ OnePlusന്റെ Nord C5 ആണ് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ഫോണാണ്. കാരണം 6.7 ഇഞ്ചിന്റെ ഒരു ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. HDR10+ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ്, 1430 നിക്സിന്റെ ബ്രൈറ്റ്നസ്, 1300 നിക്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് പോകുന്നുണ്ട്. റിയൽ ക്യാമറയിൽ 50 മെഗാ പിക്സൽ ആണ്, ഒരു 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ വരുന്നുണ്ട്. ഫ്രണ്ട് ഒരു 16 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. നമുക്ക് 4K 30 fps എടുക്കാൻ സാധിക്കും ഫ്രണ്ടിൽ. റിയൽ നമുക്ക് 4K 60 fps എടുക്കാൻ സാധിക്കും. പ്രോസർ പറഞ്ഞാൽ ഡൈമൻസിറ്റിയുടെ A350 എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോസറാണ്. DDR4 4x RAM ആണ് വരുന്നത്. പിന്നെ ഇതിൽ ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്നത് നമുക്ക് സ്റ്റീരിയോ സ്പീക്കർ ഇല്ല എന്നുള്ള ഡിസഡ്വാൻറ്റേജ് ആണ് വരുന്നത്. 7100 mAh ബാറ്ററിയാണ് വിത്ത് 80 വോൾട്ടിന്റെ ചാർജറുണ്ട്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫ്, ഫെന്റാസ്റ്റിക് ബാറ്ററി ലൈഫ് കിട്ടുന്ന ഒരു ഫോണാണ്. ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് നല്ല ബാറ്ററി ലൈഫ് കിട്ടും. ഒരു ഓൾ റൗണ്ടർ എന്ന് പറയാം. പക്ഷേ മെയിനായിട്ട് വേണ്ടത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. അതിവിടെ ഇല്ല. പ്രൈസ് വരുന്നത് വെച്ചാൽ 27,999 ആണ് ഇതിന്റെ പ്രൈസ് യൂഷ്വലി വന്നുകൊണ്ടിരുന്നത്. ഈ ഒരു ഓഫറിന് 21,999 ആണ് വരുന്നത്. വിത്ത് ഓഫേഴ്സ് ഉൾപ്പെടെയാണ് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയും. ഒരു ക്ലീൻ OS വരുന്ന OnePlusന്റെ ഒരു അടിപൊളി ഫോൺ. അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ നത്തിങ് ഫോൺ 3A Pro ആണ് വരുന്നത്. ഇതിന് 30 രൂപ റേഞ്ചിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ 24,999 ആണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഡീലാണ്. ബാങ്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞാണ് വരുന്നത്. ഒരു 50 MB ഡുവൽ ക്യാമറ, 8 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്. 7S Gen 3 പ്രോസറാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ UFS 2.2 സ്റ്റോറേജേ വരുന്നുള്ളൂ. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ക്യാമറ അത്യാവശ്യം കൊള്ളാം. നമ്മൾ 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 8GB 128GB ആണ് വരുന്നത്. പിന്നെ LPDDR 250GB ഉണ്ട്. UFS 2.2 സ്റ്റോറേജ് ഉണ്ട്. 5000 mAh ബാറ്ററി വിത്ത് ഒരു 50 വാട്ടിന്റെ ചാർജറും വരുന്നുണ്ട്. ഈ 24,999 അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിവൈസ് ആണ്. അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ, 30,000 അണ്ടറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ. ഇത് പെർഫെക്റ്റ് ഡീൽ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. മോട്ടോയുടെ Edge 60 Pro അടിപൊളി ഡീലാണ്. ഇതിന് 30,000 രൂപയാണ്. 33,000 രൂപയ്ക്ക് വന്ന സമയമുണ്ട്. ഈ 30,000 രൂപയിൽ നിന്നും 25,000 രൂപയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഫോൺ. നിങ്ങൾക്ക് ഒരു 30,000 അണ്ടറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. IP69 റേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്നത്. പ്രോസസർ എന്ന് പറഞ്ഞാൽ MediaTekന്റെ A350 എന്ന് പറഞ്ഞ പ്രോസറാണ്. അത്യാവശ്യം നല്ലൊരു പ്രോസറാണ്. DDR 5x RAM ആണ് വരുന്നത്. UFS 4.0 ആണ് വരുന്നത്. അതൊരു സെഗ്മെന്റിൽ അടിപൊളി സാധനമാണ്. പിന്നെ നമുക്ക് IP68 ആൻഡ് 69 റേറ്റിംഗ് വരുന്നുണ്ട്. ഒരു 50 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത് വിത്ത് 4K റെക്കോർഡിംഗ് കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. 4K 60 fps നമുക്ക് റിയൽ ക്യാമറയിലും ഫ്രണ്ടിലും 4K 60 fps നമുക്ക് സപ്പോർട്ട് ചെയ്യും. വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കർവ്ഡ് AMOLED 6.7 ഇഞ്ചിന്റെ കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം HDR10+ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിസ്പ്ലേ ആണ്. 6000 mAh ബാറ്ററി വിത്ത് 90 വോൾട്ടിന്റെ ചാർജർ വരുന്നുണ്ട്. റിവേഴ്സ് വയർലെസ് ചാർജ് നമുക്കൊരു 15 വാൾട്ട്, 5 വാൾട്ടിന്റെ റിവേഴ്സ് വയർലെസ് ചാർജ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡീലാണ്. വയർലെസ് ചാർജ് വരുന്ന ഈ ഒരു 30,000 അണ്ടറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡീൽ എന്ന് പറയാം. ഓൾ റൗണ്ടർ എന്ന് എനിക്ക് പറയാം. ഒരു നെഗറ്റീവ് ഞാൻ പറയുന്നത് ഈ ഫോണിൽ USB 2.2 ഉള്ളൂ. പിന്നെ അലൂമിനിയം ഫ്രെയിം അല്ല വരുന്നത്. കഴിഞ്ഞ വർഷം അലൂമിനിയം ആയിരുന്നു, ഈ വർഷം പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് വരുന്നത്. അതേ ഉള്ളൂ ഡിസഡ്വാൻറ്റേജ് എനിക്ക് പറയുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ബെസ്റ്റ് ക്യാമറ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഫ്രണ്ടും റിയലും 4K 60 fps നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറ ഇൻ 30,000 എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും പറഞ്ഞാൽ 30,000 അണ്ടറിലെ ഫോൺസ് ആണ് പറഞ്ഞത്. ഇതിൽ എനിക്ക് ഓൾ റൗണ്ടർ ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം മോട്ടോയുടെ Edge 60 Pro ആണ്. ഓൾ റൗണ്ടർ എന്ന് എനിക്ക് പറയുന്നത്. നിങ്ങൾക്ക് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഒരാൾക്ക് വേണ്ട ഓൾ റൗണ്ടർ കാര്യങ്ങൾ അതിലുണ്ട്. കാരണം UFS 4.0 ഉൾപ്പെടെ ബെസ്റ്റ് ക്യാമറ, ബെസ്റ്റ് ഡിസ്പ്ലേ, ബെസ്റ്റ് ബാറ്ററി ലൈഫ്, ഓൾ റൗണ്ടർ, ഒരു അത്യാവശ്യം നല്ല പെർഫോമൻസ്, ക്ലീൻ OS എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് ചോയ്സ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണാണ്, നല്ല ഓഫേഴ്സ് ഒക്കെ ഏതൊക്കെയായിരുന്നു നിങ്ങൾ പറയുക. ഞാൻ പറയാത്ത ഏതെങ്കിലും ഫോൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. അടുത്ത വീഡിയോ നമുക്ക് കാണാം.